KVN പ്രൊഡക്ഷൻസ് പോലൊരു ഗതികെട്ട നിർമ്മാണ കമ്പനിയെ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇതാ KD ദ ഡെവിൾ എന്ന ചിത്രത്തിന് നേരെ ഒരു വലിയ വിമർശനം വന്നിരിക്കുകയാണ്. വിമർശനം എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഇപ്പോൾ കോടതി കയറി ഇറങ്ങാൻ മാത്രമേ ഇപ്പോൾ KVN പ്രൊഡക്ഷൻസിന് സമയമുള്ളൂ. ഒന്നാമത് ജനനായകന് വേണ്ടിയിട്ട് കോടതി കയറി ഇറങ്ങി. അതിനുശേഷം ടോക്സിക്കിന്റെ പേരിൽ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകിയത് കണ്ടു. ഇപ്പോൾ ഇത് അവരുടെ ഏറ്റവും പുതിയ പ്രൊഡക്ഷനായ KD ദ ഡെവിൾ, ഇത് പുതിയ പ്രൊഡക്ഷനൊന്നുമല്ല, 3 വർഷങ്ങൾക്ക് മുമ്പ് ആക്ച്വലി ചെയ്ത സിനിമയാണ്, സൈൻ ചെയ്ത സിനിമ. പക്ഷേ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ സമൻസ് അയച്ചേക്കുകയാണ്. സഞ്ജയ് ദത്തിന്, നോറ ഫത്തേഹിക്കും സമൻസ് അയച്ചേക്കുകയാണ്. KVN പ്രൊഡക്ഷൻസിനും അയച്ചിട്ടുണ്ട്. ഇത് അയക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? സർക്കേ ചുനാരി തേരി എന്ന് പറഞ്ഞൊരു പാട്ട് അവർ റിലീസ് ചെയ്തു. അത് ഹിന്ദി പതിപ്പ് അവർ റിലീസ് ചെയ്തു. ലിറിക്സ് വൾഗർ, ഒബ്സീൻ, 18+, ഡബിൾ മീനിങ് എല്ലാം നിറഞ്ഞ ലിറിക്സാണ്. ഇപ്പോൾ അവർ ആ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ ഇപ്പോഴും പലരും ആ പാട്ട് വന്നപ്പോഴേക്കും ഇത് ട്രെയിലർ വീഡിയോ റിയാക്ഷനൊക്കെ ചെയ്തിട്ടുള്ളവർ പലരുടെയും യൂട്യൂബിലുണ്ട്. പക്ഷേ അട്ടേളി വൾഗർ, വളരെ മോശം ലിറിക്സ്. എങ്ങനെയൊക്കെ നിങ്ങൾക്കിത് ഡബിൾ മീനിങ് ഒന്നും പറയാൻ പറ്റില്ല. ഏറ്റവും മോശം ലിറിക്സാണ് ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരിക. അതിനെതിരെ ഇപ്പോൾ നോറ ഫത്തേഹി തന്നെ രംഗത്തെത്തിയിരിക്കുക. ആക്ച്വലി ഇതൊരു ഐറ്റം സോങ് ആണ്. ഈ ഐറ്റം സോങ്ങിൽ കന്നഡ പടമാണ്. ഇത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇത്രയും വൾഗറാക്കി അവർ മാറ്റി. കന്നഡ പതിപ്പിൽ തന്നെ മറ്റൊരു രീതിയിലാണ് പറഞ്ഞ് കൺവിൻസ് ചെയ്തതെന്നാണ് ഇപ്പോൾ നോറ ഫത്തേഹി പറയുന്നത്. ആ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നത് നോറ ഫത്തേഹിയാണ്. നോറ ഫത്തേഹി ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നോറ ഫത്തേഹി പറയുന്നത് ഈ ബാക്ക്ലാഷിന് നന്ദി എന്നാണ്, ഈ വിമർശനങ്ങൾക്ക് നന്ദി എന്നുള്ളതാണ് പറയുന്നത്. ഈ ഹിന്ദി വേർഷനെ പറ്റി തനിക്ക് അറിവേ ഇല്ലായിരുന്നു എന്നതും കൂടി നോറ ഫത്തേഹി പറയുന്നുണ്ട്. ഇത് കന്നഡയിൽ 3 വർഷങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത കാര്യമാണ്. ഇത് പിന്നീട് ഇങ്ങനൊരു അഡാപ്റ്റേഷൻ ഉണ്ടാകുമെന്ന് തനിക്ക് അറിയില്ല എന്നാണ് നോറ ഫത്തേഹി പറയുന്നത്. എന്തായാലും നോറ ഫത്തേഹിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഐ ഷോട്ട് ദിസ് സോങ് 3 years ago in Kannada. When I shot this song, I said yes to it because it was part of a big film and also alongside Sanjay Dutt, who would say no to it. It was a remake of what I thought was നായക് നഹി കൽ നായക് ഹൂമേൻ എന്നുള്ളതാണ്. ഈ പാട്ടിൽ നായക് നഹി കൽ നായക് ഹൂമേൻ എന്ന് പറയുന്ന ലിറിക്സ് ഉണ്ട്. പക്ഷേ അതൊന്നും അല്ല. ഈ നോറ ഫത്തേഹിൻ്റെ പോർഷൻസ് വരുന്നതൊക്കെ ലിറിക്സൊക്കെ ഭയങ്കര വൃത്തിയായിട്ട് ലിറിക്സാണ്, ഭയങ്കര മോശം ലിറിക്സാണ്, ഒബ്സീൻ ലിറിക്സാണ്, 18+ ലിറിക്സാണ്, ഡബിൾ മീനിങ് ലിറിക്സാണ്. ആകെ മൊത്തത്തിൽ വൾഗാരിറ്റി നിറഞ്ഞു നിൽക്കുന്നൊരു പാട്ട് ആ ലിറിക്സാണ് ഈ പാട്ടിലുള്ളത്. ഇതിനകത്ത് ബാക്കി നോറ ഫത്തേഹി വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: വെൻ ദേ ട്രാൻസ്ലേറ്റഡ് ദി സോങ്, നത്തിങ് സീംഡ് ഇൻഅപ്രോപ്രിയേറ്റ് ഓർ വൾഗർ ടു മീ, ബട്ട് ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് കന്നഡ, സോ ഐ റിലൈ ഓൺ വാട്ട് എവർ ദേ സേ ടു മീ. അതായത് ഒരു നടിയെ പറ്റിച്ചിരിക്കുകയാണെന്ന് വ്യക്തമാക്കേണ്ടി വരും നോറ ഫത്തേഹിയുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണ്. അതായത് എനിക്ക് കന്നഡ അറിയില്ല, ഞാൻ കന്നഡ പാട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുമ്പോഴേക്കും അവരെനിക്ക് പറഞ്ഞു തരുന്ന ഒരു അർത്ഥമുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ടീമും ടെക്നീഷ്യനും ക്രൂ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞ അർത്ഥം ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇങ്ങനൊരു അർത്ഥം ഇതിനകത്ത് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല എന്നാണ് നോറ ഫത്തേഹി പറയുന്നത്. വാട്ട് എവർ ദേ ഹാവ് ഡൺ റൈറ്റ് നൗ, dubbing it in Hindi and the lyrics, they did not take any permission or approval from me. I had no idea about it എന്നാണ് നോറ ഫത്തേഹി പറയുന്നത്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്തോ ഇതിങ്ങനെ മാറ്റുന്ന സമയത്തോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല, എൻ്റെ കയ്യിൽ അപ്രൂവൽ വാങ്ങിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല എന്നതാണ് നോറ ഫത്തേഹിയുടെ വാക്കുകൾ. ഇൻ്റർനെറ്റിൽ ഭയങ്കരമായി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെറിയ പരിപാടിയല്ല. ഷീ ഓൾസോ ഷെയർ ദാറ്റ് ഷീ നോട്ടിസ്ഡ് ഇഷ്യൂസ് ഡ്യൂറിങ് ദ ലോഞ്ച് ഇവൻറ്റ് ഇറ്റ്സെൽഫ്. ഈ പാട്ടിൻ്റെ ലോഞ്ച് ഇവൻ്റ് സമയത്ത് തന്നെ നോറ ഫത്തേഹിക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതും കൂടി നോറ ഫത്തേഹി പറയുന്നുണ്ട്. ആ വാക്കുകൾ ഇങ്ങനെയാണ്: When I attended the launch, I saw the Kannada version and I had a major issue because they used unflattering photos in the lyrical video. ഈ ലിറിക്കൽ വീഡിയോ പുറത്തു വിടുന്ന സമയത്ത് ആ വീഡിയോ വിഷ്വൽസിലുള്ള ചില സ്റ്റില്ലുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും പലരിലും ലിറിക് വീഡിയോസ് യൂസ് ചെയ്യാറുള്ളത്, പലരിലും എല്ലാത്തിലും. അപ്പോൾ അതിലെ ചില സ്റ്റിൽസ് ഭയങ്കരമായിട്ട് തന്നെ വേദനിപ്പിച്ചു എന്ന് നോറ ഫത്തേഹി പറയുന്നുണ്ട്. അതും വളരെ മോശം സ്റ്റിൽസ് ആണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ദേ ഓൾസോ യൂസ്ഡ് എൻ AI ഫോട്ടോ ഓഫ് സഞ്ജയ് ദത്ത് ആൻഡ് മീ. ഇത് യഥാർത്ഥത്തിൽ ഷൂട്ട് പോലും ചെയ്യാത്തൊരു സാധനം AIയിൽ അവർ ഞാനും സഞ്ജയ് ദത്തും ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഒരു AI ചിത്രവും കൂടി അവർ ആ ലിറിക്കൽ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തു. ഐ വാസ് വെരി ഇറിറ്റേറ്റഡ് അറ്റ് ദ ഇവൻറ്റ് വെൻ ഐ സോ ഓൾ ദാറ്റ്, ഹൗവർ ഐ കെപ്റ്റ് മൈ കാം എന്നാണ് പറയുന്നത്. ആ ഇവൻറ്റ് മോശമാവാതിരിക്കാൻ വേണ്ടി, അത് കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഇറിറ്റേറ്റഡ് ആയിട്ട് നിന്ന് ഞാൻ കൺട്രോൾ ചെയ്ത് കാമായി നിന്നു. എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ടായി ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എന്നതാണ് നോറ ഫത്തേഹി പറയുന്നത്. ഓർക്കുക, നോറ ഫത്തേഹി ആ ഇവൻറ്റിൽ കണ്ടതും കന്നഡ വേർഷനാണ്, അർത്ഥം അപ്പോഴും നോറയ്ക്ക് അറിയില്ല. പിന്നീട് നോറ പറയുന്നത്: ഐ വാസ് കൺഫ്ലിക്റ്റഡ് വിത്ത് വാട്ട് ഐ സോ. വെൻ ഐ സോ ദ ഹിന്ദി വേർഷൻ, ഐ ന്യൂ ഇറ്റ് വുഡ് ഗെറ്റ് ബാക്ക്ലാഷ്. ഹിന്ദി വേർഷൻ കണ്ടപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഇത് തിരിച്ചടി കിട്ടും. ഐ ടോൾഡ് ദ ഡയറക്ടർ ദാറ്റ് ദിസ് വാസ് നോട്ട് ഓക്കെ ആൻഡ് ഐ disassociated myself from the project. I did not promote it anywhere. I told the director my image and reputation are on the line.
ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഹിന്ദി വേർഷൻ കണ്ടതിന് ശേഷം ഞാൻ ഇതൊരു തരത്തിലും പ്രൊമോട്ട് ചെയ്തിട്ടില്ല. എൻ്റെ ഇമേജ്, എൻ്റെ ഡിഗ്നിറ്റി എല്ലാം ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഞാൻ ആ പ്രോജക്റ്റിൽ നിന്നും പിന്നീട് സഹകരിച്ചിട്ടില്ല എന്നാണ് നോറ ഫത്തേഹി പറയുന്നത്. പിന്നീട് ആഡ് ഓൺ ചെയ്യുന്നത്, ദ തിങ്സ് വിത്ത് അസ് ആർട്ടിസ്റ്റ് ഇസ് ദാറ്റ് വി ഡു നോട്ട് ഹാവ് എനി പവർ, വി ഹാവ് ലിറ്റിൽ പവർ ആൻഡ് കൺട്രോൾ. Thankfully, in Bollywood, many have respected my work. However, there are certain industries that do not care about my opinion, but because of the backlash, they had to take it down, and I am thankful. ഒരു നടിക്ക് ഒരു അഭിപ്രായം ഉണ്ടാവില്ല, ഒരു പവർ ഇല്ല. ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നു, ഞങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ തിരിച്ചു ചോദിച്ചാൽ ഞങ്ങൾക്ക് മറുപടിയില്ല. ഞങ്ങൾ പ്രതിസന്ധിയിലാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. ഈ ബാക്ക്ലാഷ് സംഭവിച്ചതിന് കാരണം ഉണ്ട് മാത്രം ആ വീഡിയോ അവർ ടേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നു എന്നതാണ് നോറ ഫത്തേഹി പറയുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല. ഇത്രയധികം വിമർശനങ്ങൾ വന്നതുകൊണ്ടാണ്. ഒന്ന് ഓർത്തു നോക്കുക, ഇത് KVN പ്രൊഡക്ഷൻസിൻ്റെ സിനിമയാണ് KD ദ ഡെവിൾ. ഓട്ടോമാറ്റിക്കലി ഇതിന് ഡയറക്ടറിന് എത്രമാത്രം ഉത്തരവാദിത്തമുണ്ടോ അതുപോലെ ഉത്തരവാദിത്തം ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസിനുണ്ട്. എന്തൊക്കെ നമ്മൾ KVN പ്രൊഡക്ഷൻസിന് ഇതിന് മുമ്പേ നമ്മൾ അനുകൂലമായി ബാധിച്ചിട്ടുണ്ട്. ജനനായകൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് വന്ന ഇഷ്യൂസിൽ ഒരു നിർമ്മാതാവ് അയാളുടെ പൈസ ഓൺ ദ ലൈൻ വെച്ചിരിക്കുന്ന അവസ്ഥയിൽ അയാൾക്ക് ആ സിനിമ പുറത്തിറക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ്, അയാളുടെ കടമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് KVN പ്രൊഡക്ഷൻസിന് വേണ്ടി നമ്മൾ വാദിച്ചിട്ടുണ്ട് ജനനായകൻ ടൈമിൽ. ബട്ട് ദിസ് കനോട്ട് ബി ടോളറേറ്റഡ്. ഇത് ഒരിക്കലും KVN പ്രൊഡക്ഷൻസിൻ്റെ കൂടെ നിൽക്കാനേ കഴിയില്ല. ഒന്നാമത്തെ കാര്യം, ടോക്സിക്കിൽ ഒബ്സീൻ സീൻസ് ആരോപിച്ച് വനിതാ കമ്മീഷൻ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ടോക്സിക് ടീമിനെതിരെ, ഗീതു മോഹൻദാസിനെതിരെ, യാഷിനെതിരെ, KVN പ്രൊഡക്ഷൻസിനെതിരെ. ഇപ്പോഴത്തെ KD ദ ഡെവിൾ ആ വീഡിയോ കണ്ടവർക്കറിയാം എന്തുമാത്രം മോശം ലിറിക്സാണ് ആ ഹിന്ദി പതിപ്പിൽ അവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ളത്. അത് ഒട്ടും എന്താ പറയുക, ഒരു ആക്ട്രസ് പറയുകയാണ് അത് ശരിയല്ല, അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരാൾ പറഞ്ഞിട്ട് പോലും അത് കേൾക്കാൻ ബാധ്യസ്ഥരല്ലാത്ത ടീമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് ശരിയായ നടപടിയല്ല എന്നത് കൂടി എടുത്തു പറയണം. എന്തായാലും KD ദ ഡെവിൾ എന്ന സിനിമയെക്കുറിച്ചും നമ്മൾ സ്വാഭാവികമായിട്ട് സംസാരിക്കണമല്ലോ. ഇതിൻ്റെ സംവിധായകൻ ആരാണ്, ഇതിൻ്റെ ടീം ആരാണ് എന്നതൊക്കെ പ്രേക്ഷകർക്കും അറിയാൻ ആഗ്രഹമുണ്ടാവും. ഇത് ഏകദേശം എത്രയോ നാൾ മുമ്പ് ഷൂട്ട് തുടങ്ങിയ സിനിമയാണ്, പക്ഷേ ഇപ്പോഴും അതിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രേം എന്ന വ്യക്തിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്. വെങ്കട് കെ നാരായണ അണ്ടർ ദ ബാനർ ഓഫ് KVN പ്രൊഡക്ഷൻസ് ആണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ധ്രുവ് സർജ, സഞ്ജയ് ദത്ത്, ശില്പ ഷെട്ടി എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. ജിഷു സെൻഗുപ്തൊക്കെ ഈ ചിത്രത്തിൽ ഉണ്ട്. സിനിമാറ്റോഗ്രഫി ബൈ വില്യം ഡേവിഡ്, മ്യൂസിക് ബൈ അർജുൻ ജാനിയ എന്നതാണ്. ഇവർ റിലീസ് ഡേറ്റ് ആക്ച്വലി കൊടുത്തിരിക്കുന്നത്, ഇത് വിക്കിപീഡിയയിൽ കൊടുത്തിരിക്കുന്നത് 30th ഏപ്രിലൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞുപോയി. എന്തായാലും KD ദ ഡെവിൾ എന്ന ചിത്രവും ഇപ്പോൾ വലിയ വിമർശനത്തിൽ നിൽക്കുകയാണ് എന്നതും കൂടി എടുത്തു പറയണം. ഇത് തന്നെയാണ് ഇഷ്യൂ കേട്ടോ, ഇത് തന്നെയാണ് ഇഷ്യൂ. അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. എന്തായാലും നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ സമൻസ് അയച്ചേക്കുകയാണ് എന്നതും കൂടി പറയണം. എന്തായാലും നോറ ഫത്തേഹിയുടെ ഈ വിശദീകരണത്തിന് ശേഷവും ഈ സമൻസ് അയച്ചേക്കുകയാണ്. സ്വാഭാവികമായിട്ട് നോറ അതനുസരിച്ച് തന്നെ പ്രതികരിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ, ദ സോങ് ഹാഡ് ഒഫൻസീവ് ആൻഡ് സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ലിറിക്സ് ആസ് വെൽ ആസ് അൺഡിസൈറബിൾ ഇമേജറി ദാറ്റ് കുഡ് ഹേർട്ട് വ്യൂവേഴ്സ്, പെർട്ടിക്കുലർലി ചിൽഡ്രൻ. ഇത് യൂട്യൂബിലാണ് റിലീസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും OTT പ്ലാറ്റ്ഫോംസിലല്ല എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഈ സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള രംഗങ്ങൾ, സീൻസ് എല്ലാം യൂസ് ചെയ്തിട്ട് തന്നെയാണ് അവർ ഇത് യൂട്യൂബിൽ ഇറക്കിയിരിക്കുന്നത്. അതിനെതിരെയാണ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ഇപ്പോൾ സഞ്ജയ് ദത്തിനെതിരെയും നോറ ഫത്തേഹിക്കും KVN പ്രൊഡക്ഷൻസിനുമെതിരെ ഒരു സമൻസ് അയച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ തുടർ നടപടികൾ എന്താകുമെന്നത് നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ സംവിധായകനായ പ്രേമിനെതിരെയും ഇതുപോലുള്ള നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വീഡിയോ അവർ ടേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കുന്ന ഈ ബാക്ക്ലാഷിംഗ് ആണ്. ഈ ബാക്ക്ലാഷിംഗ് ഒരിക്കലും അവർ എക്സ്പെക്റ്റ് ചെയ്തില്ല. അതോടൊപ്പം തന്നെ ഇത് മേജർ ഇവൻറ്റിൽ, അവരുടെ ഓഡിയോ ലോഞ്ച് ഇവൻറ്റിൽ പോലും അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാമല്ലോ. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഒപ്പീനിയൻസ് സ്വാഭാവികമായിട്ട് രണ്ട് തട്ടിലേക്ക് പോകുന്നുണ്ട്. ചിലർ പറയുന്നത് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, ഇതിൽ കൈകടത്താൻ കഴിയില്ല എന്നതാണ്. മറ്റു ചിലതിൽ പറയുന്നത് ഇത് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുകയാണ്. പക്ഷേ നോറ ഫത്തേഹിയുടെ വാക്കുകൾ തന്നെ പറയുന്നത് അവർ ഇതിനെതിരെ ശക്തമായി സംസാരിച്ചിരുന്നു. ടീമിനെതിരെ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ട് പോലും ഒരു തരത്തിലും അവരുടെ അഭിപ്രായം നോക്കാനോ അത് ചിന്തിക്കാൻ പോലും ഈ ടീം അനുകൂലിച്ച് വന്നില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഞങ്ങൾക്ക് പവറില്ല, ഞങ്ങൾക്ക് അധികാരമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്, തൻ്റെ പ്രൊഫഷൻ പോലും ഓൺ ദ ലൈനിൽ വെച്ചുകൊണ്ട് തൻ്റെ ഇമേജ്, റെപ്യൂട്ടേഷൻ എല്ലാം ബാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പ്രോജക്റ്റിൽ നിന്നും മാറി നിൽക്കാൻ താൻ തീരുമാനമെടുത്തതും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രോജക്റ്റുമായിട്ടോ ഇതിൻ്റെ ഡയറക്ടറുമായിട്ടോ ഒരു തരത്തിലുമുള്ള കമ്മ്യൂണിക്കേഷൻ ഭാവിയിലും ഉണ്ടാക്കിയെടുത്തിട്ടില്ല എന്നതും കൂടി
അവർ വ്യക്തമാക്കുകയും ചെയ്തത്. സ്വാഭാവികമായും നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ രംഗത്തെത്തുമ്പോഴേക്കും മറുപടി പറയേണ്ടി വരുന്നത് നോറ ഫത്തേഹിയും സഞ്ജയ് ദത്തും ഇതിന് നിർമ്മാതാക്കളായ KBN പ്രൊഡക്ഷൻസും തന്നെയാണ്. KBN പ്രൊഡക്ഷൻസിനാവട്ടെ കോടതിയിൽ നിന്ന് ഇറങ്ങാൻ പോലും നേരമില്ല. ജനനായകൻ്റെ ഇഷ്യൂ നമുക്കറിയാം, ടോക്സിക്കിൻ്റെ ഇഷ്യൂ അറിയാം. എന്താ ഇപ്പോൾ KD ദ ഡെവിൾ എന്ന ചിത്രത്തിലും കൂടി രംഗത്തെത്തുമ്പോഴേക്കും കോടതി കയറി ഇറങ്ങി KBN പ്രൊഡക്ഷൻസിന് വല്ലാത്ത ചിലവ് അതിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഈ ഗാനം എന്തായാലും ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമല്ല. എന്നാൽ പോലും ചില യൂട്യൂബേഴ്സ് ഈ വീഡിയോ റിയാക്ട് ചെയ്തത് അവരുടെ യൂട്യൂബിൽ വ്യക്തവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ അവർ ടേക്ക് ഡൗൺ ചെയ്തേക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് എക്സിൽ ഈ ചിത്രത്തിന് നേരെ ഈ വീഡിയോയ്ക്ക് നേരെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ബാക്ക്ലാഷ് ആണ്. അത് അനുകൂലിച്ചുകൊണ്ട് അതിൽ അഭിനയിച്ചിരിക്കുന്ന നായികയായ നോറ ഫത്തേഹി രംഗത്തെത്തുമ്പോഴേക്കും ടീം പ്രതിസന്ധിയിലാണ്. KD ദ ഡെവിൾ എന്ന ടീമിന് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത്? 24 മണിക്കൂർ പിന്നിട്ടിട്ട് പോലും ഒരക്ഷരം അവർ പറഞ്ഞിട്ടില്ല. നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഒരു അഭിപ്രായവും നിലവിൽ ഉണ്ടായിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.